ഹായ് ഗൈസ്, ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു അവിയലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ അവിയൽ. നമുക്ക് തുടങ്ങാം. ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, തേങ്ങ, വെളുത്തുള്ളി, ജീരകം, ചുവന്നുള്ളി, പച്ചമുളക്, തേങ്ങ എല്ലാം ചതച്ച് വാരിയത്. അവിയൽ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ശകലം വെളിച്ചെണ്ണയും കൂടെ കൂട്ടി ചേർത്ത് വെക്കാം. ഇത്ര മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് അരപ്പ് ചേർത്ത് വെച്ചേക്കുന്നത്. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ. കൈ കൊണ്ട് ഇളക്കണേ. നല്ല ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഈ കഷ്ണത്തിലൊക്കെ പിടിക്കത്തുള്ളൂ. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. നമ്മൾ ഈ പച്ചക്കറിക്ക് നല്ല വെള്ളം ഉള്ളതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. അന്നേരം സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പ് വെക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. പച്ചക്കറിക്ക് വെള്ളം ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. നമുക്കിത് അടച്ച് വെക്കാം. 5-6 കരിവേപ്പില നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുവാണേ. പിന്നെ ഇറക്കാൻ നേരത്ത് നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടെ ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കണം. ഒന്നുകൂടെ കൈ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് അടുപ്പിൽ വെക്കാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് നമ്മൾ അടുപ്പിലോട്ട് വെക്കുവാണേ. നമുക്ക് ഇനി അടച്ച് വെക്കാം. ഇത് വേകട്ടെ. വെന്ത് കഴിഞ്ഞ് ഇനി വിരീക്ഷണം ഒരു അര വേവായി. നമുക്ക് അരപ്പങ്ങ് ചേർക്കാം. നേരത്തെ വെളുത്തുള്ളി വീണ്ടും ഒന്നുകൂടെ പറയണം. വെളുത്തുള്ളി, ജീരകം, ചുവന്നുള്ളി, പച്ചമുളക്, തേങ്ങ എല്ലാം ചതച്ച് വാരിയതാണ്. ഇത് നമുക്ക് ഈ അരപ്പിന് അവിയൽ കഷ്ണത്തോട്ട് ഇടുവാണ്. നല്ലതായിട്ടൊന്ന് ഇളക്കുവാണേ. നേരത്തെ ഉപ്പ് ചേർത്തോണ്ട് ഇനി ഉപ്പ് ചേർക്കുന്നില്ല. നാടൻ അവിയലാണ്. ഇതിൻ്റെ അകത്ത് തൈരൊന്നും ഞാൻ ചേർക്കുന്നില്ല. നമ്മൾ പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉള്ള അവിയലാണ്. ഇത് നമുക്കൊന്നും കൂടെ അടച്ചു വെക്കാം. 15 മിനിറ്റോളമായി അവിയൽ വെന്തു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കരിവേപ്പില ഇട്ട് ഇറക്കാം. കരിവേപ്പില ഇടുവാണേ. ഒരു മിനിറ്റും കൂടെ ഇതൊന്ന് അടച്ചു വെക്കണം. കരിവേപ്പില ഇട്ടതിൻ്റെ ഇത് 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നിട്ട് ഗ്യാസ് നിർത്തി പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. തുറന്ന് നോക്കുവാണേ. അവിയൽ വെന്തു. നമുക്ക് ഗ്യാസ് നിർത്തുക. പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. എത്ര വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെച്ചാൽ എന്നാലും ഇച്ചിരിയുടെ എണ്ണ ഒഴിക്കുവാണ്. അതിൽ ഉപ്പ് കഴിച്ച് നോക്കുവാണേ. ഉപ്പും വരുവാണ്. എല്ലാ ആവശ്യത്തിനുണ്ട്. ഇത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ആക്കാൻ പോവാണ്. ഇങ്ങനെ അവിയലിരിക്കേണ്ടത്. അല്ല കുഴഞ്ഞിരുന്ന അഴുക്കാണ്. നമ്മളിപ്പോൾ ഇത് കണ്ടില്ലേ ഇരിക്കുന്നത്.
അവിയൽ ഒന്നേ തൊടാതിരിക്കണം, അതാണ് അവിയൽ. നമുക്കിനി ഇത് ടേസ്റ്റ് ഒന്ന് നോക്കാം. സൂപ്പറാണ്. എല്ലാവരും ഇത് വെച്ച് നോക്കണം. അവിയലിന് എല്ലാ സാധനം വേണം, എല്ലാം ഇട്ട് നമ്മൾ ഇതുപോലെ വെച്ച് നോക്കണം. എല്ലാവരും ഇത് വെച്ച് നോക്കണം. പിന്നെ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.